എന്നെ കുറച്ച് പേരറിയണം, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയാ, ഞാൻ ഇവിടെ ഉണ്ടടാ എന്നെല്ലാവരെയും അറിയിക്കാനുള്ള ഒരു ബോധപൂർവമായി നീ കാണും. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതെന്തെന്ന് വെച്ചാൽ ചൈന ഭാഷ പറയുന്നോടാ. അഖിൽ മാരാർ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? ഞാൻ പറയുന്നത് എന്തായിരിക്കും? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ മാറ്റിയ നിലപാട് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഞാൻ ബിഗ് ബോസ് പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. ശശിയെ എന്നാണ് ഈ പറയുന്നത്? അത് നിലപാടാ. പക്ഷെ ബിഗ് ബോസിൽ നിലപാടാ. അതല്ല ഉദ്ദേശം. ഞാൻ മാറി. നിലപാട് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണെന്നൊക്കെ നിങ്ങൾ ഇന്ന് പഠിക്കണം. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ. നിലപാടെന്ന് പറഞ്ഞാൽ ഇസ്രായേലും പാലസ്തീനും വിഷയം യുദ്ധത്തിൽ നടക്കുമ്പോൾ ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ രാവിലെ എണീച്ച് വരുമ്പോ ഈ ഡ്രസ്സ് ഇടണോ വേറൊരു ഡ്രസ്സ് ഇടണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടങ്ങളെ ബേസ് ചെയ്ത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. തീരുമാനം മാറ്റാന്നാണ് പറയുന്നത്. 100% മാറ്റാൻ തീരുമാനം തീരുമാനമല്ലാതെ എന്താണ് പിന്നെ മാറ്റാൻ പറ്റുന്നത്? അത് വേടൻ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിട്ടുന്നത് വേടന്റെ സമൂഹം അതിലായതുകൊണ്ടാണ്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ചേട്ടാ അഭിനയിച്ച സിനിമയാണല്ലോ, അപ്പൊ കണ്ടപ്പോഴത്തിന് സോ എന്താ തോന്നി? വളരെ മോശം തോന്നി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അപ്പോ എനിക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഷാജി കൈലാസ് സാർ എന്നെ നായകനാക്കി പടം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നാളെ ഈ പാർട്ടി മാറാൻ സാധ്യത വല്ലതും ഉണ്ടോ? മാറാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തെ ബേസ് ചെയ്തിരിക്കും. കാരണം എന്റെ ലക്ഷ്യം അഖിൽ മാരാർ നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.